Dear students, welcome to English class. 9th standard, second test, first lesson, The Jungle Air Crash by Julian. And we have covered the first two paragraphs, and this is the third class. Come to the textbook. I was blinded by that blazing light, and Julian was traveling by plane from Lima to her father's working place by Lanza Airlines. Lanza Airlines വഴി അവൾ ജൂലിയാനും അമ്മയും അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ എ plane, and it was moving through the air. Actually, it was covering the mountains, and now it has reached the forest, the jungle. ഇപ്പോൾ വിമാനം കാട്ടിന് മുകളിലെത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് അൺഎക്സ്പെക്റ്റഡ്ലി there appeared a storm. ഒരു കൊടുങ്കാറ്റ് പ്രത്യക്ഷപ്പെടുന്നു. And the plane twisted. പെട്ടെന്ന് ആടി ഉലഞ്ഞു. All the bags and luggages fell down. എല്ലാ സാമഗ്രികളും താഴെ പതിക്കുന്നു. And they couldn't even sit there. അവർക്കവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. And the surroundings became dark. ചുറ്റുപാടും ഇരുട്ടായി. As if it was night. രാത്രി ആയതുപോലെ. Suddenly she could see a flame from the right wing. അപ്പോഴാണ് വിമാനത്തിൻ്റെ വലത്തെ ചിറകിൽ തീജ്വാല കണ്ടത് അവൾ. I saw a sort of bright yellow flame shooting from the right wing. വലത്തെ ചിറകിൽ നിന്ന് തീജ്വാല ആങ്ങളിപ്പടരുന്നത് ഞാൻ കണ്ടു. I was blinded by that blazing light. ആ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ എൻ്റെ മിഴികൾ അന്ധമായതുപോലെ തോന്നി. While at the same time, എന്നാൽ അതേ സമയത്ത് I heard my mother saying quite calmly, അമ്മ വളരെ ശാന്തമായിട്ട് പറയുകയാണ്, now it's all over, മോളെ എല്ലാം തീർന്നു. It was the last words of her mother, very coolly. മറ്റ് നിവൃത്തിയില്ലാതെ, മറ്റ് ഗതിയില്ലാതെ ആ അമ്മയുടെ അവസാന വാക്കുകൾ മോളെ എല്ലാം തീർന്നു എന്നായിരുന്നു. An instant later, ഒരു നിമിഷം കഴിഞ്ഞു കാണും, there was a violent shaking. അതിശക്തമായ വയലൻ്റ്, പ്രക്ഷുബ്ധമായ, VIO പഠിക്കേണ്ട വാക്കാണ് വയലൻ്റ്. അതായത് പ്രക്ഷുബ്ധമായ. നൗണ് വയലൻസ്. ക്ഷോഭം, ഹിംസ, ടോർച്ചറിങ്, പീഡിപ്പിക്കൽ. ഇതിന് നെഗറ്റീവാണ് നോൺ വയലൻസ്, അഹിംസ. So there was a violent shaking. അതിശക്തമായ ഒരു ഇളക്കം, കുലുക്കം. And I found myself outside the plane. പിന്നെ ഞാൻ കാണുന്നത്, ഞാൻ പ്ലെയിനിലല്ല, പുറത്ത് ആകാശത്തിലൂടെ ഫ്ലൈ. ഞാൻ തനിച്ച് എൻ്റെ കസാരയിൽ പറക്കുന്നു. ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്. വിമാനത്തിൽ നിന്ന് വിട്ടുപോയി. And Julian with her chair, sitting seat, actually detached from the train, and she is moving through the air. Still strapped into my seat.
അപ്പോഴും ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ ശരീരം ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. സ്ട്രാപ്ഡ് ഇൻ ടു മൈ സീറ്റ്. ബട്ട് ഐ വാസ് അലോൺ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അലോങ് ആൻഡ് ഐ വാസ് ഫോളിങ്. എന്ന് മാത്രമല്ല, ആകാശത്തിലൂടെ പറക്കുക എന്നതിനർത്ഥം ഞാൻ താഴോട്ട് താഴോട്ട് 1000 അടി മുകളിൽ നിന്നും ഞാൻ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നെസ്പേര. I can remember turning over and over in the air. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വായുവിലൂടെ മലക്കം മറിഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് മലക്കം മറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. I remember thinking that the jungle trees below looked like cauliflower. താഴെ, വളരെ താഴെ കാട്ടുമരങ്ങൾ കേവലം ഒരു കോളിഫ്ലവർ പോലെ അത്ര ചെറുതായിട്ട് തോന്നിപ്പിച്ചു. കയ്യിലൊതുങ്ങുന്ന ഒരു കോളിഫ്ലവർ പോലെ കാട്ടുമരങ്ങൾ അത്രമേൽ ചെറുതായിട്ടാണ് എനിക്ക് ആകാശത്തിൽ തോന്നിയത്. ദെൻ ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ്. അതോടുകൂടി എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. കോൺഷ്യസ്നെസ് മീൻസ് സെൻസ്. അതോടുകൂടി എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. She became unconscious. That means she felt that she is alone and she is falling from the plane and she is going to die. The life is going to be ended. ജീവിതം അവസാനിക്കുകയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, her mother's last words, "Oh, it over," മോളെ എല്ലാം കഴിഞ്ഞു എന്നുള്ള വാക്കുകളും. Then it was still light when the rain woke me up. എപ്പോഴോ മഴയാണ് എന്നെ ഉണർത്തിയത്. വേക്ക് ഉണരുക, വാക്ക് ഉണർന്നു, വാക്ക് മീ അപ്പ്. അപ്പോഴും നേരിയ സൂര്യപ്രകാശമുണ്ടായിരുന്നു. ഐ വാസ് ലൈയിങ് അണ്ടർ എ സെക്ഷൻ ഓഫ് 3 seats ടേൺഡ് അപ്സൈഡ് ഡൗൺ. തലതിരിഞ്ഞു കിടക്കുന്ന 3 ഇരിപ്പിടങ്ങൾ. അവളുടെ ഇരിപ്പിടം മാത്രമല്ല, മറ്റു 2 ഇരിപ്പിടങ്ങൾ. അമ്മയിരുന്ന ഇരിപ്പിടം, അപരിചിതനായ ഒരു മനുഷ്യൻ ഇരുന്ന ഇരിപ്പിടം. ഈ 3 ഇരിപ്പിടത്തോടു കൂടിയാണ് അവൾ തെറിച്ചു പോയത്. അത് കീഴായി മറിഞ്ഞു കിടക്കുന്നു. അതിൽ ഒന്നിൽ അവളുണ്ട്. ദർ വാസ് നോ സൈൻ ഓഫ് മൈ മദർ. എന്നാൽ അടുത്ത സീറ്റിൽ, എൻ്റെ അമ്മയുടെ സീറ്റിൽ അമ്മയില്ല. ഇറ്റ് വാസ് എംപ്റ്റി ഓഫ് എനി അതർ പാസഞ്ചേഴ്സ്. അമ്മയെന്നല്ല, മറ്റ് ഒരു യാത്രക്കാരുടെയും ഒരു സാന്നിധ്യവുമില്ല. ഓർ ഓഫ് ദ പ്ലെയിൻ. എന്നു മാത്രമല്ല, വിമാനത്തിൻ്റെ ഒരു അടയാളം പോലുമില്ല എവിടെയും. ഓൾ ഐ കുഡ് ഹിയർ വേർ ഫ്രോക്സ് ക്രോക്കിംഗ്. എനിക്ക് കേൾക്കാൻ ഇടവന്നത്, ഞാൻ കേട്ടത് തവളകളുടെ ശബ്ദം മാത്രമായിരുന്നു. ഫ്രോക്സിൻ്റെ ക്രോക്കിംഗ് മാത്രമായിരുന്നു. ആൻഡ് ദ റെയിൻ. ഞാൻ കേട്ടത് മഴ പെയ്യുന്ന ശബ്ദമായിരുന്നു. ഐ ഹാഡ് എ ബംപ് ഓൺ മൈ ഹെഡ്. എൻ്റെ തല എവിടെയോ അടിച്ച് മുഴച്ചിരുന്നു. ബംപ് ഓൺ മൈ ഹെഡ്. എൻ്റെ ഗാഷ് ഇൻ മൈ ഫുട്ട്. മാത്രമല്ല, എൻ്റെ കാല് പൊട്ടിയിരുന്നു. ഐ ഫെൽറ്റ് നോ പെയിൻ. എന്തുകൊണ്ടോ എനിക്കപ്പോൾ വേദനയൊന്നും തോന്നിയില്ല. ബട്ട് ഐ കുഡിൻറ്റ് muster the energy to a move. പക്ഷേ ഒന്ന് ചലിക്കാനോ ഒന്ന് നീങ്ങാനോ ഉള്ള ഊർജം പോലും സംഭരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ വാസ് സോ ടയേർഡ്. അത്രമേൽ ഞാൻ ക്ഷീണിതയായിരുന്നു. ആൻഡ് ലുക്ക് റൗണ്ട്. ഞാൻ ചുറ്റും നോക്കാൻ പോലും, കണ്ണുമിഴിച്ച് നോക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. തിങ്കിങ് thus I spent the whole night lying under the seat. അങ്ങനെ ആ ഇളം പ്രകാശവും മങ്ങി രാത്രിയായി. രാത്രി മുഴുക്കെ ഞാൻ ആ സീറ്റിനടിയിൽ തന്നെ മുഴച്ച വേദനിക്കുന്ന തലയോടെ, പൊട്ടുള്ള കാലോടെ ഞാനവിടെ കിടന്നു. ആൻഡ് ഹാഫ് എസ്ലീപ്പ്. ഒരു പാതി മയക്കത്തിലെന്ന വണ്ണം. ഇൻ ഷോക്ക്. ഞാൻ ആകെ സ്തംഭിച്ചു പോയിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ്
അടുത്ത പ്രഭാതത്തിൽ ഐ ക്രോൾഡ് ഔട്ട് സ്ലോലി. ഞാൻ മെല്ലെ വളരെ സാവധാനത്തിൽ ഇഴഞ്ഞു നീങ്ങി. ക്രോൾ ഇഴയുക, ക്രോൾ മൂവ് വിത്ത് ബെല്ലി, വയറിട്ട് ഉരകങ്ങളെപ്പോലെ ഇഴയുക. അങ്ങനെ ഞാൻ ആ സീറ്റിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു വന്നു. ബിക്കോസ് എവറിതിങ് സ്വാം ഡിസ്ലി ബിഫോർ മീ. എല്ലാം ഒരു പാതി മയക്കത്തിലെന്ന വണ്ണം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു, എൻ്റെ കണ്ണിൽ തെളിഞ്ഞു. ഐ സോ എ സ്മോൾ പാക്കേജ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. എൻ്റെ സീറ്റിൽ ഒരു ചെറിയ പാക്കറ്റുണ്ട്, ഒരു പാക്കറ്റ്. ഞാനത് തുറന്നു നോക്കി. ഇറ്റ് കണ്ടെയ്ൻഡ് സം സ്വീറ്റ്സ് ആൻഡ് എ ക്രിസ്മസ് കേക്ക്. അത് എൻ്റെ ഇരിപ്പിടത്തിൽ ഭദ്രമായി വെച്ച ക്രിസ്മസ് കേക്കിൻ്റെ ഒരു കഷ്ണവും അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സുമായിരുന്നു. ഐ ടേസ്റ്റഡ് ദി കേക്ക് ആൻഡ് ഡ്രോപ്പ്ഡ് ഇറ്റ്. ഞാൻ ആ കേക്ക് ഒന്ന് രുചിച്ച് നോക്കി, പക്ഷേ അത് കേടുവന്നിരുന്നു. ഞാനത് താഴത്തിട്ടു. ഇറ്റ് വാസ് സോക്കിംഗ്. അത് വെള്ളത്തിൽ കുതിർന്ന് കുളിച്ചു തുടങ്ങിയിരുന്നു. ആൻഡ് വെറ്റ്, നന്നായിട്ട് നനഞ്ഞു പോയിരുന്നു. ആൻഡ് റിവോൾട്ടിങ്, മാത്രമല്ല ഛർദിൽ വരുന്നതായിരുന്നു കഴിക്കാൻ തുടങ്ങിയപ്പോൾ. ദെൻ ഐ പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്. ഞാനവിടെ നിന്ന് എഴുന്നേറ്റു. ഒരു നീളൻ വടിയെടുത്തു. വിത്ത് വിച്ച് ടു പ്രോപ്പ് ദി ഗ്രൗണ്ട് ടു അവോയ്ഡ് സ്നേക്സ്. മുന്നിൽ പാമ്പുകളോ മറ്റ് ഇഴജീവികളോ തേളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വടികൊണ്ട് അടിച്ചുകൊണ്ട് തിരഞ്ഞുകൊണ്ട് വടികൊണ്ട് കുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. പോയിസണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻസ്, ധാരാളം, പ്രത്യേകിച്ചും ഇത്തരം ഭീകരവനങ്ങളിൽ വിഷമയമുള്ള ചിലന്തികളുണ്ടാകും, വിഷമയമുള്ള ഉറുമ്പുകളുണ്ടാകും, സ്കോർപ്പിയോൺ തേളുണ്ടാകും, സ്നേക്കുണ്ടാകും. ഇതൊക്കെ കുറേ കാട്ടിൽ അച്ഛനോടൊപ്പം ജീവിച്ചതുകൊണ്ട് അവൾക്ക് അറിയാമായിരുന്ന കാര്യങ്ങളായിരുന്നു. മൈ പാരൻസ് ഹാഡ് ടോട്ട് മീ അബൌട്ട് ദി പെരിൽസ് ഓഫ് ദ ജംഗിൾ. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു കാട്ടിലെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇൻ ദ ഇയേഴ്സ് വി ഹാഡ് ലിവ്ഡ് ഇൻ ഇറ്റ്. അച്ഛനോടൊപ്പം മുൻപ് കാട്ടിൽ താമസിച്ചപ്പോൾ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദി ബിഗ് ആനിമൽസ്, കാട്ടിൽ കാണുന്ന വലിയ ക്രൂര മൃഗങ്ങളല്ല നമ്മുടെ പ്രധാന ശത്രുക്കളെന്ന്. ദാറ്റ് ആർ ദി മോസ്റ്റ് ഡേഞ്ചറസ്. അവ ഡേഞ്ചറസ് ആണ്. ബട്ട് ദി സ്നേക്സ് ആൻഡ് ദി ഇൻസെക്ട്സ്, എന്നാൽ ആ ടൈഗറിനേക്കാളും ലയണിനേക്കാളും നാം ഏറെ ഭയപ്പെടേണ്ടത് കാട്ടിൽ കാണുന്ന വിഷപ്പാമ്പുകളാണ്, വിഷജീവികളാണ്, സ്പൈഡേഴ്സാണ്, ഇൻസെക്ട്സാണ്, സ്കോർപ്പിയോൺസാണ് എന്ന്. അതുകൊണ്ട് അതില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വടികൊണ്ട് അടിച്ചുകൊണ്ട് വടി കുത്തി നോക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. ദെൻ നെക്സ്റ്റ് പാര, ഫീലിംഗ് എഹെഡ് വിത്ത് ദി സ്റ്റിക്ക്. വടികൊണ്ട് തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മൈ മദർ. ഞാൻ അവിടെയൊക്കെ എൻ്റെ അമ്മയെ തിരഞ്ഞു. ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ്. ഓരോ അടി വയ്ക്കുമ്പോഴും എനിക്ക് വിശ്രമിക്കണമെന്ന് തോന്നി. ദാറ്റ് മീൻസ് ഫോർ ഡേയ്സ്, ദിവസങ്ങളായി, 2-3 ദിവസമായി ആകാശത്തും തറയിൽ വീണ് കിടക്കുന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഓർമ്മ വന്നപ്പോൾ അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ബട്ട് ദർ വാസ് നോ എനർജി ഇൻ ഹെർ ബോഡി. അതിനുള്ള ഊർജം അവളുടെ ശരീരത്തിലില്ല. ഓരോ അടി വയ്ക്കുമ്പോഴും അവർക്ക്, അതായത് ജൂലിയാന്, ആ കൊച്ചു പെൺകുട്ടിക്ക് വിശ്രമിക്കണമെന്ന് തോന്നി. ആഫ്റ്റർ അവേഴ്സ് ഓഫ്
പോക്കിംഗ് അറൗണ്ട്. അങ്ങനെ മണിക്കൂറുകളോളം ചുറ്റിലും നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയുണ്ടോ, ആരെങ്കിലുമുണ്ടോ, എനി പാസഞ്ചർ ഓഫ് ദാറ്റ് ഫ്ലൈറ്റ്, ആ വിമാനത്തിൽ വന്ന ആ വീണ ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മണിക്കൂറുകളോളം ഞാൻ മുന്നോട്ട് നീങ്ങി. ഐ ഹേർഡ് ജെൻറ്റിൽ സ്പ്ലാഷിങ് നിയർ ബൈ. അങ്ങനെ കുറേ ചെന്നപ്പോഴാണ് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടത്, വെള്ളത്തിൻ്റെ ഒഴുകുന്ന ആ കാട്ടരുവിയുടെ ഒഴുക്കിൻ്റെ ശബ്ദം കേട്ടത്. ആൻഡ് ഡിസ്കവേർഡ് എ ടൈനി ബ്രൂക്ക്, ഒരു ചെറിയ നീരുറവ. ബ്രൂക്ക്, BROOK, ദി ഫ്ലോ ഓഫ് വാട്ടർ. അങ്ങനെയാണ് ഞാൻ ചെറിയൊരു നീരുറവ കണ്ടെത്തിയത്. എ ബ്രൂക്ക്, BROOK, ഒരു ബ്രൂക്ക് കണ്ടെത്താൻ ഇടയായത്. മൈ പാരൻസ് ഹാഡ് ഇംപ്രസ്ഡ് ഓൺ മീ ദാറ്റ് വെൻ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ. എൻ്റെ അച്ഛനമ്മമാർ എന്നെ ആദ്യമേ പഠിപ്പിച്ചിരുന്നു. അന്ന് അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ പക്ഷി ഗവേഷണത്തിനും മാത്രമല്ല പരിസ്ഥിതി പഠനത്തിനും അവരോടൊപ്പം കാട്ടിൽ പോകുമ്പോൾ അവർ എന്നെ പഠിപ്പിച്ചിരുന്നു, ഒരാൾ കാട്ടിൽ വഴിതെറ്റിയാൽ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ്. ആദ്യം അന്വേഷിക്കേണ്ടത് പുഴയാണെന്ന്, സ്ട്രീമാണെന്ന്. കാരണം പുഴയോരത്ത് മനുഷ്യർ വരും, പുഴയോരത്ത് ജീവജാലങ്ങൾ വരും, മൃഗങ്ങൾ വരും. പുഴ ഒഴുകി അത് ഏതെങ്കിലും കരയെ സ്പർശിക്കും, പ്രത്യേകിച്ചും നാടിനെ സ്പർശിക്കുമെന്നും. സ്ട്രീംസ് ആൻഡ് ദെൻ ഫോളോ ദം, എന്നിട്ട് പുഴയോരത്തിലൂടെ നടക്കണമെന്നും. ടു ലാർജർ സ്ട്രീംസ്, അങ്ങനെ ചെറു അരുവി വലിയ പുഴയുടെ കൈവഴിയായിട്ട് ചെന്ന് ചേരും. അങ്ങനെ ചെറിയ അരുവി ആണെങ്കിൽ പോലും അത് ചെന്ന് ചേരുന്നത് വലിയ പുഴയിലേക്കായിരിക്കും. ദാറ്റ് മീൻസ് ബ്രൂക്സ് റീച്ച് ടു ദ റിവേഴ്സ്, റിവർ ദാറ്റ് റീച്ച് ടു ദ സീ. ചെറു നീരുറവ പുഴയിലേക്കും പുഴ വൻ നദിയിലേക്കും വൻ നദി കടലിലേക്കും എത്തിച്ചേരുമെന്ന് അച്ഛനമ്മമാർ എന്നെ പഠിപ്പിച്ചിരുന്നു. റിവേഴ്സ് ആർ വാട്ട് ദി റോഡ്സ് ആർ ഹിയർ. സത്യത്തിൽ കാട്ടിൽ സഞ്ചാരം കാട്ടിലൂടെയല്ല, മണ്ണിലൂടെയല്ല, നേരെമറിച്ച് അത് പുഴയിലൂടെയാണ്. കാട്ടിലൂടെ എല്ലാവരും സഞ്ചരിക്കുക, പുഴയിലൂടെയാണ്. ആൻഡ് ദി ഇന്ത്യൻ ട്രൈബ്സ് ആൻഡ് ദി വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ, കറുത്തവരായ ആ ഇന്ത്യൻ എന്ന വാക്ക് ഇന്ത്യക്കാർ എന്നുള്ള വർഗത്തിലല്ല, റെഡ് ഇന്ത്യൻസ് എന്നുള്ള വർഗത്തിലാണ്. ചെമ്പൻ നിറമുള്ളവർ, കറുത്ത നിറമുള്ളവർ, ചോക്ലേറ്റ് നിറമുള്ളവർ എന്ന് വെച്ച നീഗ്രോ പീപ്പിൾ അല്ലെങ്കിൽ സ്ലേവ് പീപ്പിൾ, അടിമകളായവർ, ആഫ്രിക്കയുടെ അല്ലെങ്കിൽ അതേമാതിരിയുള്ള വനാന്തരങ്ങൾ താമസിക്കുന്നവർ എന്നർത്ഥത്തിലാണ്. എന്നാൽ അവരെ കൊണ്ട് അടിമ ജോലി ചെയ്യിക്കുന്ന, പ്ലാന്റേഷൻ നടത്തുന്ന തോട്ടം മുതലാളികളുണ്ട്, പ്ലാന്റേഷൻ പീപ്പിൾ. അവർ വെളുത്തവരായിരിക്കും. വെളുത്തവർ കറുത്തവരെ അടിമകളാക്കി വെച്ചിരുന്ന കാലം. ആൻഡ് ലിവ് ഓൺ ദെയർ ബാങ്ക്സ്. ഇങ്ങനെ കറുത്തവരാകട്ടെ വെളുത്തവരാകട്ടെ മനുഷ്യർ അക്കാലത്ത് താമസിച്ചിരുന്നത്, പഴയ കാലത്ത് താമസിച്ചിരുന്നത്, അതായത് ജൂലിയൻ്റെ കാലത്തല്ല, ജൂലിയൻ്റെ കഥ പറഞ്ഞു കൊടുത്തതാണ്. പഴയ കാലങ്ങളിൽ മനുഷ്യർ നദിക്കരകളിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് പുഴ കണ്ടെത്തിയാൽ, നദി കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം. റിവേഴ്സ് ഇൻ ദ ട്രോപ്പിക്കൽ ഏരിയ. ട്രോപ്പിക്കൽ ഏരിയ ഭൂമധ്യ രേഖാ പ്രദേശം, അതായത് സൂര്യരശ്മി നേരിട്ട് കുത്തനെ പതിക്കുന്ന ഏരിയയാണ് ട്രോപ്പിക്കൽ ഏരിയ. അവിടെയാണ് ഇന്ത്യ പോലുള്ള, ആഫ്രിക്ക പോലുള്ള, ബ്രസീൽ പോലുള്ള ഈ രേഖയിൽപ്പെട്ട ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങൾ. അതുകൊണ്ട് റിവേഴ്സ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് പെറു. ഇത് പെറു പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. മിയാൻഡർ ആൻഡ് സർക്കിൾ, അതായത് അതിന് പെറുവിന് ചുറ്റുമുള്ള ആ പ്രദേശം, ആ ട്രോപ്പിക്കൽ ഏരിയ, ആ ഭൂമധ്യരേഖ പ്രദേശം വന സമൃദ്ധമായിരുന്നു. വൺ ക്യാൻ വാക്ക് ഫോർ കിലോമീറ്റേഴ്സ്
along a bank. ഒരാൾക്ക് വേണമെങ്കിൽ കരയിലൂടെ, നദിക്കരയിലൂടെ, bank. Here it means river shore. പുഴയുടെ തീരം, പുഴത്തീരത്തിലൂടെ വളരെ ദൂരം നടക്കാം. ആൻഡ് റിവർ ബാങ്ക്, ബാങ്ക് കര, BANK ബാങ്ക്, ഇവിടെ അർത്ഥം കര. ആൻഡ് ഓൺലി അഡ്വാൻസസ് 100 meters toward one's destination. പക്ഷേ അങ്ങനെ നീങ്ങുമ്പോൾ വളരെ വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അഡ്വാൻസ്, മുന്നേറുക, 100 meters toward one's destination. ചിലപ്പോൾ കരയിലൂടെ 100 കിലോമീറ്റർ സഞ്ചരിച്ചെത്തേണ്ടത് വെള്ളത്തിൻ്റെ ആ പുഴയുടെ അരികിലൂടെയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. അല്ലെങ്കിൽ തിരിച്ചുമാകാം, കരയിലൂടെ ഷോർട്ടായിട്ട് എത്തിച്ചേരുന്നത് പുഴയിലൂടെ നടന്നാൽ, പുഴത്തീരത്തിലൂടെ നടന്നാൽ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്നത് കൊണ്ട് ചിലപ്പോൾ വളരെ ദൂരമെടുത്തെന്ന് വരും. എനിവേ, ജൂലിയാൻ, ദ 16-year-old ഗേൾ, ദാറ്റ് ഷീ വാസ് സ്ട്രഗ്ലിംഗ് ഫോർ ഹെർ എക്സിസ്റ്റൻസ്. അമ്മ നഷ്ടപ്പെട്ടു, എവിടെയാണെന്നറിയില്ല, മറ്റുള്ളവരെ കാണാനില്ല, വിമാനം എവിടെയാണെന്നറിയില്ല. നൗ ഷീസ് ഇൻ ദ ഫോറസ്റ്റ്, അവൾ കാട്ടിലാണ്. ഷീസ് അലോൺ, അവൾ തനിച്ചാണ്. ആൻഡ് ദർ മേ ബി ക്രൂവൽ എനിമൽസ്, ക്രൂരമൃഗങ്ങളുണ്ടാകാം. മേ ബി പൈത്തൻസ്, പെരുമ്പാമ്പുണ്ടാകാം. മേ ബി ഇൻസെക്ട്സ്, ഭീകരങ്ങളായ ഈ കടന്നൽ പോലുള്ള ജീവികളുണ്ടാകാം. സ്കോർപ്പിയോൺസ്, ക്ഷുദ്രജീവികളായ തേളുകളുണ്ടാകാം. ഓൾ ദാറ്റ് ആർ പോയിസണസ്, ഇതൊക്കെ വളരെ വിഷമയമാണ്. ആൻഡ് കളക്ടിങ് എ പീസ് ഓഫ് സ്റ്റിക്ക്, ഒരു വടി സംഭരിച്ചുകൊണ്ട്, ആൻഡ് ആക്ച്വലി ചെക്കിങ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്, ഓരോ അടിയും പരിശോധിച്ചുകൊണ്ട് ഷീ മാർച്ച്ഡ് ഫോർവേഡ്. ആൻഡ് ഷീ കുഡ് ഹിയർ ദി സൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ, ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം കേട്ടു. ഇറ്റ് വാസ് എ സ്മോൾ ബ്രൂക്ക്, അതൊരു ചെറിയ അരുവിയായിരുന്നു. ആൻഡ് ഷീ ഫെൽറ്റ് സംവാട്ട് കംഫേർട്ട്, അവൾക്കൊരു തരത്തിൽ ആശ്വാസമാണ് തോന്നിയത്. വൈ? ബിക്കോസ് ഫാദർ ആൻഡ് മദർ, പാരൻസ് ഹാഡ് ടോട്ട് ഹെർ ദാറ്റ്, അച്ഛനമ്മമാർ പഠിപ്പിച്ചിരുന്നു, വെൻ യു മിസ് ദ വേ, ലോസ് ദ വേ ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിൽ വഴി നഷ്ടപ്പെട്ടാൽ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിവർ ദർ or the brook there. And now she has reached the bank of a river. ഇപ്പോഴിതാ ഒറ്റപ്പെട്ടു പോയ, സങ്കടപ്പെടുന്ന, നീങ്ങാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാത്ത ആ പെൺകുട്ടി, കാലിന് മുറിവുണ്ട്, തലയ്ക്ക് ക്ഷതമുണ്ട്, എന്നിട്ടും she was moving forward and she has reached on the bank of a river. Thank you. Next lesson tomorrow.